നമസ്കാരം. വിഷുക്കൈനീട്ടം എന്നത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ്. പലരും ജീവിതത്തിൽ ഐശ്വര്യത്തിന് തുടക്കം കുറിക്കുന്നത് വിഷുക്കൈനീട്ടത്തിലൂടെയാണ്. അത് എത്ര വലിയ സംഖ്യയാണ് എങ്കിലും, എത്ര ചെറിയ സംഖ്യയാണ് എങ്കിലും, നാണയമായാലും എല്ലാം ഒരേപോലെ തന്നെ ഐശ്വര്യം നിറയ്ക്കുന്നത് തന്നെയാണ്. വിഷുദിനത്തിൽ കണി കണ്ടതിനു ശേഷം വീട്ടിലെ മുതിർന്ന കാരണവർ ഇളയവർക്കെല്ലാം കൈനീട്ടം കൊടുക്കുന്നത് ഒരു വലിയ ചടങ്ങ് തന്നെയാണ്. എന്നാൽ ഈ ദിനത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ചില ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളുണ്ട്. വിഷുദിനം മുതൽ അങ്ങോട്ടുള്ള സമൃദ്ധിയുടെ തുടക്കമായാണ് ഈ ദിനത്തെ കണക്കാക്കുന്നത്. കൈനീട്ടം ലഭിക്കുന്നതിലൂടെ അത് വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സമ്പൽ സമൃദ്ധി, ഐശ്വര്യം, സന്തോഷം എന്നിവയെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ കൈനീട്ടം നൽകുമ്പോഴും വാങ്ങുമ്പോഴും ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചില പ്രത്യേക നക്ഷത്രക്കാരിൽ നിന്നും ആദ്യം കൈനീട്ടം വാങ്ങിക്കരുത്. അത് അത്ര ശുഭകരമായ ഫലമായല്ല കണക്കാക്കുന്നത്. ഇവർ ഏതൊക്കെ നക്ഷത്രക്കാരാണ് എന്ന് മനസ്സിലാക്കാം. ഈ പറഞ്ഞതിന്റെ അർത്ഥം കൈനീട്ടം നൽകുന്ന വ്യക്തിയുടെ നക്ഷത്രം ചോദിച്ചതിന് ശേഷം കൈനീട്ടം വാങ്ങണം എന്നല്ല. നിങ്ങൾക്ക് സ്നേഹമുള്ള അഥവാ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തികൾ കൈനീട്ടം നൽകുമ്പോൾ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ ഏതൊരു വ്യക്തിയും കുടുംബത്തിൽ നിന്നാണ് ആദ്യം കൈനീട്ടം സ്വീകരിക്കുവാൻ സാധ്യത കൂടുതൽ. അതിനാൽ ഏതൊരു വ്യക്തിക്കും തങ്ങളുടെ കുടുംബാംഗങ്ങളുടെ നക്ഷത്രത്തെ കുറിച്ച് അറിയാം. ആദ്യം ഇവരിൽ നിന്നും വാങ്ങരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കുടുംബത്തിലെ മറ്റൊരു അംഗത്തിൽ നിന്നും വാങ്ങിയതിനു ശേഷം ഇവരിൽ നിന്നും വാങ്ങുന്നതിൽ, രണ്ടാമതായി വാങ്ങുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. എന്തുകൊണ്ടാണ് ഇപ്രകാരം പരാമർശിക്കുന്നത് എന്നുകൂടി ആദ്യം മനസ്സിലാക്കാം. അശ്വതി നക്ഷത്രക്കാർ ചില പ്രത്യേക നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം ആദ്യം വാങ്ങുവാൻ പാടുള്ളതല്ല. പ്രത്യേകിച്ച് കാർത്തിക, മകീരം, പുണർദം, വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യം കൈനീട്ടം വാങ്ങാൻ പാടുള്ളതല്ല. മറ്റുള്ളവരിൽ നിന്നും കൈനീട്ടം വാങ്ങിയതിനു ശേഷം നിങ്ങൾക്ക് ഈ നക്ഷത്രക്കാരിൽ നിന്നും വാങ്ങാവുന്നതാണ്. ഭരണി നക്ഷത്രക്കാർ കൈനീട്ടം വാങ്ങുമ്പോഴും അല്പം ശ്രദ്ധിക്കണം. ഇവർ രോഹിണി, തിരുവാതിര, പൂയം, വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യം കൈനീട്ടം വാങ്ങരുത്. ഇവർ വേദ നക്ഷത്രക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ചെയ്യരുത് എന്ന് പരാമർശിക്കുന്നത്. കാർത്തിക നക്ഷത്രക്കാർ പ്രത്യേകിച്ചും ആദ്യം ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങരുത്. മകീരം, പുണർദം, ആയില്യം, വിശാഖം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാരാണ്. അതിനാൽ ഇവരിൽ നിന്നും രണ്ടാമത് വാങ്ങുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർ ഒരിക്കലും തിരുവാതിര, മകം, ചോതി, മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യം കൈനീട്ടം സ്വീകരിക്കരുത്. രണ്ടാമത് നിങ്ങൾക്ക് ഇവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, പുറമേ നിന്നും ഒരാൾ നൽകുമ്പോൾ നിങ്ങൾ നക്ഷത്രം ചോദിച്ചതിന് ശേഷം വാങ്ങണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. കുടുംബത്തിലെ അംഗങ്ങളിൽ നിന്നും വാങ്ങുമ്പോൾ ഈ കാര്യങ്ങൾക്ക് പ്രധാനമായും പ്രാധാന്യം നിങ്ങൾ നൽകുക. മകീരം നക്ഷത്രക്കാരാണ് എങ്കിൽ ഒരിക്കലും ആദ്യത്തെ കൈനീട്ടം ചിത്തിര, അവിട്ടം, ഉത്രാടം, തിരുവോണം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും വാങ്ങരുത് എന്നാണ് പറയുക. അത് നിങ്ങൾക്ക് ദോഷകരമായ അല്ലെങ്കിൽ ചില തിരിച്ചടികൾക്ക് കാരണമായി തീരും. അതിനാൽ രണ്ടാമത് വാങ്ങാവുന്നതാണ്. തിരുവാതിര നക്ഷത്രക്കാരും ഒരിക്കലും പൂയം, മകം, ഉത്രം, അവിട്ടം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യം കൈനീട്ടം സ്വീകരിക്കരുത് എന്നാണ് പറയുക. ഇത് ദോഷകരമായ ഫലങ്ങൾ നൽകും എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ഐശ്വര്യക്കേടിലേക്കും നിങ്ങളെ എത്തിക്കുന്നതാണ്. പുണർദ നക്ഷത്രക്കാർ ഒരിക്കലും നിങ്ങളുടെ ആദ്യത്തെ കൈനീട്ടം ആയില്യം, പൂരം, അത്തം, ഉത്രാടം, അവിട്ടം, ചതയം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും വാങ്ങരുത്. ഇങ്ങനെ വാങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് ചില തിരിച്ചടികൾ വന്നു ചേർന്നു എന്ന് വരാം. പൂയം നക്ഷത്രക്കാർ ഒരിക്കലും മകം, ഉത്രം, ചിത്തിര, അവിട്ടം, ചതയം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യത്തെ കൈനീട്ടം സ്വീകരിക്കരുത്. അത് അത്ര നല്ല ഫലങ്ങളായിരിക്കില്ല നിങ്ങൾക്ക് നൽകുക. ആയില്യം നക്ഷത്രക്കാർ ആദ്യത്തെ കൈനീട്ടം വാങ്ങുമ്പോൾ ഒരിക്കലും പൂരം, അത്തം, ചോതി, വിശാഖം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ഒരിക്കലും ആദ്യത്തെ കൈനീട്ടം വാങ്ങുവാൻ പാടുള്ളതല്ല. മകം നക്ഷത്രക്കാർ
ഒരിക്കലും ഉത്രം, അത്തം, ചിത്തിര, വിശാഖം, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ഒരിക്കലും ആദ്യത്തെ കൈനീട്ടം സ്വീകരിക്കരുത് എന്നാണ് പറയുക. അതിനാൽ കുടുംബത്തിൽ നിന്നും കൈനീട്ടം വാങ്ങുമ്പോൾ തീർച്ചയായും ഈ കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. പൂര നക്ഷത്രക്കാർ നിങ്ങളുടെ ആദ്യത്തെ വിഷുക്കൈനീട്ടം ഒരിക്കലും അത്തം, ചോതി, അനിഴം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും വാങ്ങരുത്. ആദ്യത്തെ കൈനീട്ടമാണ് പരാമർശിക്കുന്നത്. അത് ദോഷഫലങ്ങൾക്ക് കാരണമായി തീരാം. ഉത്തര നക്ഷത്രക്കാർ തിരുവാതിര, ഭരണി, ചിത്തിര, വിശാഖം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യത്തെ കൈനീട്ടം സ്വീകരിക്കരുത്. ഇത് ദോഷകരമായ ഫലങ്ങളിലേക്ക് നയിക്കും എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ അല്പം ഒന്ന് ശ്രദ്ധിക്കുക. അത്തം നക്ഷത്രക്കാർ തങ്ങളുടെ ആദ്യത്തെ കൈനീട്ടം ഒരിക്കലും അശ്വതി, ചോതി, അനിഴം, മൂലം, ഭരണി, പുണർദം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും സ്വീകരിക്കരുത്. ആദ്യത്തെ കൈനീട്ടത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഇത് ദാരിദ്ര്യ ദുഃഖവും ദുരിതപൂർവമായ അവസ്ഥയും നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. ചിത്തിര നക്ഷത്രക്കാരും വിഷുക്കൈനീട്ടം ഒരിക്കലും ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാരിൽ നിന്നും ആദ്യത്തെ കൈനീട്ടമായി സ്വീകരിക്കരുത്. അവർ വിശാഖം, തൃക്കേട്ട, പൂരാടം, കാർത്തിക, പൂയം, അവിട്ടം എന്നീ നക്ഷത്രക്കാരാകുന്നു. ആദ്യത്തെ കൈനീട്ടം നിങ്ങൾ ഇവരിൽ നിന്നും വാങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർ അവരുടെ ആദ്യത്തെ കൈനീട്ടം ഒരിക്കലും അനിഴം, മൂലം, ഉത്രാടം, കാർത്തിക, രോഹിണി, മകീരം, ആയില്യം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും വാങ്ങരുത്. അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കാം. വിശാഖം നക്ഷത്രക്കാർ ഒരിക്കലും തങ്ങളുടെ ആദ്യത്തെ കൈനീട്ടം കാർത്തിക, രോഹിണി, മകീരം, മകം, തൃക്കേട്ട, പൂരാടം, തിരുവോണം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും സ്വീകരിക്കരുത്. ആദ്യത്തെ കൈനീട്ടമാണ് പരാമർശിക്കുന്നത്. രണ്ടാമത്തെ കൈനീട്ടം നിങ്ങൾക്ക് ഇവരിൽ നിന്നും സ്വീകരിക്കാം. അതിൽ യാതൊരുവിധ ദോഷകരമായ കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിക്കുന്നതല്ല. അനിഴം നക്ഷത്രക്കാർ ആദ്യത്തെ കൈനീട്ടം മൂലം, ഉത്രാടം, അവിട്ടം, മകീരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും വാങ്ങരുത്. ഇത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കാം. അതിനാൽ കുടുംബത്തിൽ നിന്നും നിങ്ങളുടെ വീടുകളിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുമ്പോൾ ഈ ഒരു കാര്യത്തിന് പ്രാധാന്യം നൽകുക. തൃക്കേട്ട നക്ഷത്രക്കാരാണ് എങ്കിൽ ഉത്രാടം, തിരുവോണം, ചതയം, മകീരം, തിരുവാതിര എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യത്തെ കൈനീട്ടം സ്വീകരിക്കുവാൻ പാടുള്ളതല്ല. രണ്ടാമത്തെ കൈനീട്ടം നിങ്ങൾക്ക് സ്വീകരിക്കുന്നതിൽ യാതൊരുവിധ തടസ്സങ്ങളും വന്നു ചേരുന്നതല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. മൂലം നക്ഷത്രക്കാർ തങ്ങളുടെ ആദ്യത്തെ കൈനീട്ടം ഒരിക്കലും ഉത്രാടം, അവിട്ടം, പൂരുരുട്ടാതി, പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും സ്വീകരിക്കാതിരിക്കുക. അതിനാൽ കുടുംബത്തിൽ നിന്നും കൈനീട്ടം വാങ്ങുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. പൂരാട നക്ഷത്രക്കാർ വിഷുക്കൈനീട്ടം ആദ്യമായി വാങ്ങാൻ പാടില്ലാത്ത നക്ഷത്രക്കാർ തിരുവോണം, ചതയം, ഉത്രട്ടാതി, ആയില്യം എന്നിവരാണ്. ഇവരിൽ നിന്നും ആദ്യത്തെ കൈനീട്ടം വാങ്ങാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത് വാങ്ങുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. ഉത്രാടം നക്ഷത്രക്കാർ ഒരിക്കലും തങ്ങളുടെ കൈനീട്ടം ആദ്യത്തെ കൈനീട്ടം അവിട്ടം, പൂരുരുട്ടാതി, രേവതി, മകം, ചോതി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും വാങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. രണ്ടാമത് വാങ്ങുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. അതിനാൽ കുടുംബത്തിൽ നിന്നും കൈനീട്ടം വാങ്ങുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തിരുവോണ നക്ഷത്രക്കാർ തങ്ങളുടെ ആദ്യത്തെ കൈനീട്ടം ഒരിക്കലും തിരുവാതിര, ചതയം, ഉത്രട്ടാതി, അശ്വതി, മകം, പൂരം, പുണർദം, ഉത്രം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യത്തെ കൈനീട്ടം സ്വീകരിക്കരുത്. മറ്റൊരു വ്യക്തിയിൽ നിന്നും സ്വീകരിച്ചതിന് ശേഷം ഇവരിൽ നിന്നും വാങ്ങാവുന്നതാണ്. അതിൽ യാതൊരുവിധ തെറ്റുമില്ല. അവിട്ടം നക്ഷത്രക്കാർ പൂരുരുട്ടാതി, രേവതി, ഭരണി, അനിഴം, ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രക്കാരിൽ നിന്നും തങ്ങളുടെ ആദ്യത്തെ വിഷുക്കൈനീട്ടം സ്വീകരിക്കരുത്. അത് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരാം. ചതയം നക്ഷത്രക്കാർ ഒരിക്കലും തങ്ങളുടെ ആദ്യത്തെ കൈനീട്ടം അത്തം, ചിത്തിര, ഉത്രം, തൃക്കേട്ട, കാർത്തിക, അശ്വതി, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും സ്വീകരിക്കാൻ പാടുള്ളതല്ല. ഇത് ദോഷകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക. പൂരുരുട്ടാതി നക്ഷത്രക്കാർ തങ്ങളുടെ ആദ്യത്തെ കൈനീട്ടം ഒരിക്കലും ഉത്രം, രേവതി, ഭരണി, അത്തം, മൂലം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും സ്വീകരിക്കരുത്. ഇത് കഠിനമായ സാമ്പത്തിക പ്രതിസന്ധികൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും. അതിനാൽ ദോഷകരമായ ഫലങ്ങളെ അകറ്റുവാൻ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ വിധത്തിലും പ്രശ്നങ്ങൾ പരിഹാരം കാണുവാൻ
ആദ്യം മറ്റൊരു വ്യക്തിയിൽ നിന്നും സ്വീകരിച്ചതിന് ശേഷം ഇവരിൽ നിന്നും നിങ്ങൾക്ക് കൈനീട്ടം സ്വീകരിക്കാവുന്നതാണ്. അതിൽ യാതൊരുവിധ തെറ്റുമില്ല. ഉത്രട്ടാതി നക്ഷത്രക്കാർ ഒരിക്കലും തങ്ങളുടെ കൈനീട്ടം, ആദ്യത്തെ കൈനീട്ടം അശ്വതി, കാർത്തിക, മകീരം, ചിത്തിര, ചോതി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും വാങ്ങരുത്. മറ്റൊരു വ്യക്തിയിൽ നിന്നും സ്വീകരിച്ചതിന് ശേഷം ഇവരിൽ നിന്നും വാങ്ങാവുന്നതാണ്. രേവതി നക്ഷത്രക്കാർ തങ്ങളുടെ ആദ്യത്തെ വിഷുക്കൈനീട്ടം ഭരണി, രോഹിണി, തിരുവാതിര, ചിത്തിര, ചോതി, ഉത്രാടം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും സ്വീകരിക്കരുത്. മറ്റൊരു വ്യക്തിയിൽ നിന്നും സ്വീകരിച്ചതിന് ശേഷം ഇവരിൽ നിന്നും നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അതിൽ യാതൊരുവിധ ദോഷവുമില്ല. അതിനാൽ കുടുംബത്തിൽ നിന്നും കൈനീട്ടം വാങ്ങുമ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം മറ്റു വ്യക്തികളിൽ നിന്നും വാങ്ങുമ്പോൾ ഇത് നിങ്ങൾക്ക് പ്രാവർത്തികമാകണം എന്നില്ല. അതിനാൽ കുടുംബത്തിൽ നിന്നും കൈനീട്ടം വാങ്ങുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. കാരണം പുറമേ നിന്നും നിങ്ങൾക്ക് കൈനീട്ടം വാങ്ങുന്നതായ സമയത്ത് വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തികൾ കൈനീട്ടം നൽകുമ്പോൾ അവരോട് നക്ഷത്രം ചോദിച്ച് വാങ്ങുവാൻ സാധിക്കുന്നതല്ല. അത് ശരിയുമല്ല. എന്നാൽ കുടുംബത്തിൽ നിന്നുമാണ് നിങ്ങൾ ആദ്യത്തെ കൈനീട്ടം സ്വീകരിക്കുന്നത് എങ്കിൽ തീർച്ചയായും കുടുംബത്തിലെ ആ അംഗം ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്നതായ നക്ഷത്രത്തിലുണ്ട് എങ്കിൽ അവരിൽ നിന്നും രണ്ടാമത് കൈനീട്ടം സ്വീകരിക്കുവാൻ ശ്രദ്ധിക്കണം എന്നാണ് അർത്ഥമാക്കുന്നത്.